അങ്ങനെ രാവിലെ തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരു ഗംഭീര വഴക്ക് അങ്ങോട്ട് കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. രാവിലെ നമ്മുടെ പാട്ടൊക്കെ ഇട്ട് കുറച്ച് പേരൊക്കെ തുള്ളിച്ചാടിയതിന് ശേഷം നമ്മുടെ അനീഷേട്ടൻ അനുമോളുടെ അടുക്കിലേക്ക് ചെല്ലുന്നുണ്ട്. അനുമോള് ബെഡിൽ കിടക്കുകയാണ്, റെസ്റ്റിലാണ്. അനുമോക്ക് വയറുവേദനയൊക്കെ ഉണ്ട്, പീരീഡ്സ് ആണ്. അനീഷേട്ടൻ്റെ ഒരു കെയറിങ് മെൻറ്റാലിറ്റി, അതാണ് ഞാൻ അവിടെ ശ്രദ്ധിച്ചത്. കാരണം ഇന്നലെ രാവിലെയും അനുമോളെ തപ്പി നടന്ന് അനുമോൾക്ക് കൊണ്ട് പുതപ്പും തലയാണയൊക്കെ കൊടുക്കുന്ന കണ്ടു. ഇന്ന് രാവിലെയും അനുമോളുടെ അടുക്ക് ചെന്നിട്ട് എന്താ മോളെ, എന്താ എണീക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നു. ചേട്ടാ വയ്യാന്ന് പറയുന്നുണ്ട്. ഉടനെ അനീഷേട്ടൻ തന്നെ പറയുന്നത് എന്താ മോള് റെസ്റ്റ് എടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷേട്ടൻ അവിടുന്ന് പോകുന്നുണ്ട്. ഇത് ഇപ്പൊ അനുമോളോട് മാത്രമല്ല അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു പരിപാടി കാണിക്കുന്നത്. അവിടെ ആർക്ക് വയ്യാതെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും അനീഷേട്ടൻ എന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ചില കമന്റുകൾ പറയുന്നത് പോലെ അനീഷേട്ടന് അനുമോളിനെ കാണുമ്പോൾ ഉള്ളൊരു കുടുകുടു ആണ്, അങ്ങനൊന്നും പറയാൻ ഞാനില്ല കേട്ടോ. എനിക്ക് അങ്ങനൊന്നും തോന്നിയിട്ടില്ല. പുള്ളി അത്യാവശ്യം എല്ലാവരോടും ഒരേപോലെയാണ്. വയ്യാതെ ആരെ കണ്ടാലും എല്ലാവരോടും പോയി കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് പുള്ളിയെ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും രാവിലെ അങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കിച്ചണിലാണ് ഈ ആഴ്ചത്തെ ഏറ്റവും കൂടുതൽ കണ്ടന്റ്. അനുമോളിലെ കിച്ചൺ ടീമിൽ ഉണ്ടായിരുന്നപ്പോഴായിരുന്നു ഏറ്റവും കൂടുതൽ കണ്ടന്റ് അവിടുന്ന് വന്നുകൊണ്ടിരുന്നത്. ഇത് ഈ ആഴ്ച 3 ക്യാപ്റ്റന്മാർ, ആ ക്യാപ്റ്റന്മാർ തന്നെ കിച്ചൺ ഭരിക്കാൻ അങ്ങോട്ട് കയറിയപ്പോഴത്തേക്ക് കണ്ടന്റാ കിച്ചണിൽ നിന്ന്. അപ്പൊ എന്താണെങ്കിലും രാവിലെ നമ്മുടെ അക്ബറൊക്കെ ഭക്ഷണം ഉണ്ടാക്കാൻ കയറിയിട്ടുണ്ട്. അപ്പൊ വസല് കഴുകിയിട്ടില്ല. അപ്പൊ വസല് കഴുകാത്തതിനെ പറ്റി അക്ബർ അവിടെ പറയുന്നുണ്ട്. പാത്രം ഒന്നും കഴുകിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഉടനെ അനീഷേട്ടൻ അവിടെ ഉണ്ട്. അനീഷേട്ടൻ പറയുന്നുണ്ട്, നിങ്ങൾ വെസൽ ടീമിനോട് പറ, ക്യാപ്റ്റന്മാരല്ലേ, വെസൽ ടീമിനോട് പറ. ഉടനെ അക്ബർ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു അനീഷേട്ടാ, ഇനി അനീഷേട്ടൻ പറ. അതായത് ഇവന്മാരെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, അവന്മാര് പറഞ്ഞിട്ടൊന്നും നടക്കുന്നില്ല, ഇനി അനീഷേട്ടൻ പറ. അനീഷേട്ടൻ പറഞ്ഞവൻ. ഞാനപ്പോ ആലോചിച്ചു, ഇവന്മാര് സത്യം പറഞ്ഞ ഒരു തോൽവിയാണെന്ന് ഇവന്മാര് തന്നെ ഉറപ്പിച്ചു. ജനങ്ങളുടെ മുമ്പിലേക്ക് അത് കാണിച്ചു കൊടുക്കുക അനീഷിനോട് ഈ പറയുന്നതിനകത്തുനിന്ന്. എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് അവന്മാരെ കൊണ്ട് പറ്റുന്നില്ല. അനുമോളോടൊക്കെ ചെന്ന് പറഞ്ഞ്, അനുമോളോട് നൂറോടും ഒക്കെ പറഞ്ഞ് ഒന്ന് കോംപ്രമൈസ് ചെയ്ത് മക്കളെ ഒന്ന് പാത്രമൊക്കെ, അവിടെയാണ് ക്യാപ്റ്റന്മാരുടെ ബുദ്ധി ഇരിക്കുന്നത്. അവരെ കൊണ്ട് ആ പണി എടുപ്പിക്കുന്നതിനകത്ത്. പക്ഷെ ഇവന്മാരെ കൊണ്ട് അത് കഴിയുന്നില്ല, പറ്റുന്നില്ല, തോറ്റുപോയി. അങ്ങനെ തന്നെ പറയണം. എന്നിട്ട് അനീഷിനോട് പറയാം, അനീഷേട്ടൻ ചെന്ന് പറ, ചിലപ്പോൾ ചെയ്താലോ എന്നുള്ളൊരു മൂഡിലാണ് പറയുന്നത്. ഉടനെ അനീഷ് പറയുന്നു, ടീം ഷഫിൾ ചെയ്യും, നിങ്ങൾ ടീം ഷഫിൾ ചെയ്യും, നിങ്ങളൊരു മീറ്റിംഗ് വിളിക്കും. ഇപ്പോൾ രാവിലെ എല്ലാവരെയും കൂടെ മീറ്റിങ്ങിന് വിളിച്ചിരുത്തിയിട്ട് നിങ്ങൾ ടീം ഷഫിൾ ചെയ്യും, എന്നെയൊക്കെ പിടിച്ച് വെസലിലിടും, ഞാൻ പാത്രം കഴുകി തരാം എന്ന് അനീഷേട്ടൻ വളരെ മാന്യമായിട്ട് പറയുന്നുണ്ട്. ഉടനെ അക്ബർ ഖാൻ പറയുന്നുണ്ട്, ടീം മീറ്റിങ്ങിനൊക്കെ ഒരുപാട് സമയം പോകും അനീഷേട്ടാ, പിന്നെ വിളിച്ചാലും ആരും അടങ്ങിയിരിക്കത്തില്ല. ഉടനെ ആരിനൊക്കെ ഉണ്ട്, നിങ്ങൾ തന്നെ ഒരു ടീം മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുളവാക്കുമല്ലോ, ടീം മീറ്റിംഗേ നിങ്ങൾ കുളവാക്കുമല്ലോ എന്ന് അനീഷിനോട് പറയുന്നുണ്ട്. ഉടനെ അക്ബർ പറയുന്നുണ്ട്, നിങ്ങൾ വിളിക്കുക, നിങ്ങൾ ഇപ്പൊ ടീം വിളിക്കല്ല, ഇപ്പൊ ടീം മീറ്റിങ്ങിന് വിളിക്കാൻ പോയി കഴിഞ്ഞാൽ ഭക്ഷണം താമസിച്ചു കഴിഞ്ഞാൽ അത് അതിനെക്കാട്ടിലും വലിയ പ്രശ്നമാകും ചേട്ടാ, ഞങ്ങൾക്ക് തന്നെ അറിയാം വെസല് കഴുകാൻ. അക്ബർ പറയുന്ന ഡയലോഗാണ്, ഞങ്ങൾക്ക് തന്നെ അറിയാം വെസല് കഴുകാൻ, എന്നിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനും ഞങ്ങൾക്ക് അറിയാം. ഇതറിയാമെങ്കിൽ ഇന്നലെ പിന്നെ അതങ്ങ് ചെയ്താൽ മതിയായിരുന്നല്ലോ ഈ അക്ബർ ഖാന്. എന്തിനാണ് ആര്യനും അല്ലെങ്കിൽ ആര്യനും അക്ബറും നെവിനും എല്ലാം കൂടെ കിടന്ന് അവിടെ കിടന്നങ്ങോട്ട് കോരി തരിച്ചത് ഇന്നലെ? എന്തിനാണ് ഷാനവാസിനെ ആശുപത്രിയിലാക്കിയത്? ഒരാവശ്യവും വരത്തില്ലായിരുന്നു. അതൊക്കെ തുടങ്ങിയത് ഇവന്മാര് പാത്രം കഴുകാത്തോണ്ട് കുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിന്നോണ്ടാ. അതുകൊണ്ടാണ് ബാക്കിയുള്ളവരെ അതിനകത്ത് കുക്ക് ചെയ്യാൻ കയറിയത്. അപ്പോഴാണ് ഷാനവാസ് ആശുപത്രിയിലായത്. ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നല്ലോ. ഇന്നീ പറഞ്ഞ ഡയലോഗ് ഇന്നലെ അങ്ങ് പറഞ്ഞായിരുന്നെങ്കിൽ. ഇന്നലെ വലിയ ഒരുപാടൊന്നും കഴുകാനും ഇല്ലായിരുന്നു. ജസ്റ്റ് ഏതൊന്നെടുത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴുകിയങ്ങ് കുക്ക് ചെയ്താൽ മതിയായിരുന്നു. അപ്പൊ അവന് വയ്യായിരുന്നു. ഇന്ന് അവന്റെ മോണ്ടങ്ങ് മാറി, ഞങ്ങൾക്ക് കുക്ക് ചെയ്യാൻ അറിയാം, ഞങ്ങൾക്ക് പാത്രം കഴുകിയിട്ട് കുക്ക് ചെയ്യാനും അറിയാന്നുള്ള ഡയലോഗിലേക്കൊക്കെ എന്തായാലും രാവിലെ എത്തിയിട്ടുണ്ട്. നെല്ലപാടില്ലാത്തവനാണ് അക്ബർ ഖാൻ നെല്ലപാടില്ലാത്തവനാണ് അക്ബർ ഖാൻ എന്ന് ഇന്ന് രാവിലെ തെളിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്താണെങ്കിലും അപ്പൊ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സാബുമോൻ ഈ സമയത്ത് ഫ്രിഡ്ജൊക്കെ ഒന്ന് പരതുന്നുണ്ട്. സാബുമോൻ ഫ്രിഡ്ജ് തപ്പുമ്പോഴാണ് ഫ്രിഡ്ജിൽ യോഗേർട്ട് കാണുന്നില്ല. അപ്പം സാബുമോൻ ചോദിക്കുന്നുണ്ട്, യോഗേർട്ട് ആരെങ്കിലും എടുത്തോ? ഉടനെ ആര്യം പറയുന്നുണ്ട്, മദർ പ്രോമിസ്, ഞാൻ എടുത്തിട്ടില്ല. ഉടനെ അക്ബർ, ഉമ്മയാണ് സത്യം, ഞാൻ എടുത്തിട്ടില്ല. ഉടനെ സാബുമോൻ, കാരണം സാബുമോൻ അത് ചോദിക്കാൻ കാരണമുണ്ട്. സാബുമോൻ അത് കുറച്ച് കഴിഞ്ഞാണ് പറയുന്നത്. കാരണം തലേ ദിവസം വീണ്ടും കാരണമല്ലേ, ആ കാരണം ഉള്ളതുകൊണ്ട് ആ കാരണം പറയുന്നത്. അപ്പൊ തലേ ദിവസം രാത്രിയിൽ ഞാൻ രാവിലെ ഇട്ട വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ടായിരുന്നു, ഈ രാത്രിയിൽ സാബുമാനെ പിടിച്ചിട്ടൊരു ബ്രെയിൻ വാഷിംഗ് ഉണ്ടായിരുന്നു അക്ബറിന്റെ ആര്യന്റെ. അപ്പൊ ആ സമയത്ത് ആര്യന്റെ വായിൽ നിന്ന് വീണു, ഞാൻ യോഗട്ട് എടുത്ത് തിന്നുവെന്ന് രാത്രി. അപ്പൊ സാബുമാൻ ആ ഒരു സംശയം ഉള്ളിൽ കിടപ്പുണ്ട്. സാബുമാൻ അതുകൊണ്ട് തന്നെയാണ് ഇവന്മാരോട് ചോദിക്കുന്നത്. അപ്പം ഞങ്ങൾ എടുത്തിട്ടില്ല എന്ന് പറയുന്നു. സാബുമാൻ ഉടനെ പറയുന്നു, ഗ്രീക്ക് യോഗട്ട് ഇല്ലല്ലോ, പകുതി അല്ലേ ഉള്ളൂ, ബാക്കി എവിടെ എന്ന് സാബുമാൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ നൂറ ഈ സമയത്ത് അങ്ങോട്ട് കയറി വരുന്നുണ്ട്. നൂറ ഇത് കേട്ടോണ്ടാ വരുന്നത്. നൂറ ഇത് കേൾക്കുന്നു, നൂറ ഇത് ചോദ്യം ചെയ്യുന്നു, നേരെ അവിടെ നിന്ന് ഇറങ്ങുന്നു. നമ്മുടെ ആദില ബെഡ്റൂമിൽ ഇരിപ്പുണ്ട്. അവിടെ ചെന്ന് ഈ സാധനം പറയുന്നു, യോഗോട്ടൊന്നും കാണുന്നില്ല.
അപ്പൊ അതിൽ പറയുന്നു അനുമോൾ എടുക്കുമോ, അനുമോളോട് വേണമെങ്കിൽ ചോദിച്ചേക്കാൻ പറയുന്നു. നേരെ നമ്മുടെ ബാത്റൂം ഏരിയയിലോട്ട് പോകുന്നു. അനുമോൾ ബാത്റൂമിന്റെ സൈഡിൽ നിൽപ്പുണ്ട്. അനുമോളോട് ചെന്ന് ചോദിക്കുമ്പോൾ അനുമോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. പക്ഷേ അനുമോളുടെ അടുക്കിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് നൂറ ഇത് ചോദ്യം ചെയ്യുമ്പോഴത്തേക്ക് അക്ബർ അവിടെ നിന്ന് പറയുന്നുണ്ട് നെവിനാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഉടനെ ആയിരിക്കും അവനാണ് സാധ്യത എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിന് ശേഷമാണ് നൂറ നമ്മുടെ ബെഡ്റൂമിലേക്ക് പോകുന്നത്. ഇതൊക്കെ കേട്ടിട്ട് അവിടെ ചെന്നിട്ട് ആദിൽ പറഞ്ഞിട്ട് നമ്മുടെ അനുമോളുടെ അടുക്കിലോട്ട് ചെല്ലുന്നു. അനുമോളുടെ അടുക്കൽ ചെല്ലുമ്പോഴാണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത്. അനുമോൾ പറയുന്നുണ്ട് ഇന്നലെ ആര്യനും അക്ബറും രാത്രിയിൽ കിച്ചണിന്റെ പരിസരത്ത് കറങ്ങുന്നത് കണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പെട്ടെന്ന് ഇവന്മാരെ ബെഡിൻ്റെ അകത്ത് ചെന്നിട്ട് മറ്റേ പുതപ്പെട്ട് മൂടുന്നതും കണ്ടു എന്നൊരു സാധനം അനുമോൾ അവിടെ പറയുമ്പം നൂറയ്ക്ക് അങ്ങ് പൊളിഞ്ഞു. നൂറ നേരെ ചെല്ലുന്നു കിച്ചണിലോട്ട്. നൂറ ഗ്രീക്ക് യോഗേട്ട് അങ്ങ് കൈകൊണ്ടെടുക്കുന്നു. ഉടനെ ആര്യൻ അങ്ങനെ എടുക്കാൻ പറ്റില്ല. അല്ല ഇവൻ ആരാ ഇത് എടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ? കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതാ, എപ്പിസോഡിനകത്തുണ്ടായിരുന്നു വളരെ വ്യക്തമായിട്ട്. ഈ മറ്റേ ഇന്നലെ ഞാൻ പറഞ്ഞതാ, മറ്റേ പാലും ബ്രെഡും കൂടെ മിക്സ് ചെയ്തിട്ട് ബാക്കി എല്ലാവരും പട്ടിണി കിടക്കുക, ഇവന്മാരും മൂന്നും കൂടെ ഇരുന്ന് തട്ടുന്നത്. അപ്പൊ ആര്യനാണ് പിന്നെ ഇച്ചിരി മനസാക്ഷിയുള്ളത്, വേണ്ട അത് ശരിയല്ല എന്നൊക്കെ ആര്യം പറയുന്നുണ്ട്. നെവിനും അക്ബറും നല്ല വൃത്തിക്ക് കഴിക്കുന്നുണ്ട്. ഈ പരിപാടിയൊക്കെ ചെയ്യുന്നവന്മാരാണ് പറയുന്നത് എടുക്കാനൊന്നും പറ്റത്തില്ല. പ്രത്യേകിച്ച് ആര്യം പറയുന്നുണ്ട് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. ഉടനെ അക്ബർ പറയുന്നു എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഉടനെ നെവിൻ പുറത്തുനിന്ന് പുറത്തങ്ങാണ്ടിരിക്കുമായിരുന്നു. ഇവൻ അകത്ത് മറ്റേ പുറത്ത് ഡോർ ഉണ്ടല്ലോ, ആ ഡോർ അങ്ങോട്ട് തുറന്നിങ്ങനെ എത്തി നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആര്യം വിളിക്കുന്നുണ്ട്, അകത്തോട്ട് വാടാന്ന് പറയുന്നുണ്ട്. ഇങ്ങോട്ട് വാ എന്ന് പറയുന്നുണ്ട്. ഉടനെ ആര്യൻ ചോദിക്കുന്നുണ്ട് നീ യോഗോട്ട് എടുത്തോ? ഉടനെ നെവിൻ ആദ്യമേ ഞാൻ എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് അവൻ പറയുന്നുണ്ട് ഞാൻ എടുത്തു. ഉടനെ നൂറ ചോദിക്കുന്നുണ്ട് എന്ത് വൃത്തികേടാണ് കാണിക്കുന്നത്, സത്യം സ്വന്തം വയറ് മാത്രം നിറഞ്ഞാൽ മതിയോ, ഹാഫ് തീർന്നല്ലോ എന്ന് നൂറ പറയുന്നുണ്ട്. ഉടനെ നെവിൻ ഞാൻ എൻ്റെ ഷെയർ മാത്രമേ എടുത്തിട്ടുള്ളൂ, മൊത്തം ഒന്നും ഞാൻ എടുത്തിട്ടുള്ളൂ. ഉടനെ അക്ബർ പറയുന്നുണ്ട് നിന്റെ ഷെയർ ആണോടാ പകുതി എന്ന് അക്ബർ ചോദിക്കുന്നുണ്ട്. ഉടനെ നൂറ പറയുന്നുണ്ട് എൻ്റെ ഷെയർ എങ്ങനെയാ ഇത്രയും, അല്ല നിന്റെ ഷെയർ എങ്ങനെയാ ഇത്രയാവുന്നത് നൂറ വീണ്ടും ചോദിക്കുന്നുണ്ട് അവരോട്. കാരണം പകുതി ഇല്ല. അപ്പം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നെവിൻ അത് മൊത്തത്തിൽ എടുത്തങ്ങ് തലയെ വെച്ചത്. അക്ബറും ആര്യനും സാബുമാൻ അത് പറയുന്നുണ്ട്. സാബുമാൻ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സാബുമാനും ആര്യനും കൂടെ ഒരു വഴക്ക് അവിടെ ഉണ്ടാവുന്നുണ്ട് ഇതിന്റെ ഇടയ്ക്ക്. സാബുമാൻ എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ ഇന്നലെ എന്നോട് പറഞ്ഞല്ലടാ നീ എടുക്കുന്നു, അപ്പൊ നീ അതിനകത്തൊന്നും എടുത്തിട്ടില്ലടാ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവന്മാർ സമ്മതിക്കുന്നില്ല. നമുക്കറിയത്തില്ല, ഇന്നലെ ലൈവിലും ഞാനൊന്നും കണ്ടില്ല കേട്ടോ, ഇനി ഞാൻ മിസ്സായി പോയതാണെന്ന് അറിയത്തില്ല. നിങ്ങൾ ആരെങ്കിലും ഇവന്മാർ രണ്ടുപേരും എടുക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ബോക്സിൽ പറയണം. കാരണം എനിക്കും സംശയമുണ്ട്, ഇവന്മാർ അത്ര നല്ല മക്കളൊന്നുമല്ല, വേണമെങ്കിൽ അവന്മാർ അടിച്ചു മാറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ നെവിൻ അവിടെ എടുത്തു എന്ന് പറയുന്നു, അത് മൊത്തം അവൻ എടുത്തതാണോ എന്നുള്ളൊരു സംശയം എനിക്ക്. പിന്നെ അനുമോൾ ഇങ്ങനെ ഉമാരെ അവിടെ കണ്ടെന്ന് പറയുന്നു. പിന്നെ സാബുമാൻ പറയുന്നു സാബുമാനോട് ഉമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എടുത്ത് തിന്നുവെന്ന്. അപ്പോൾ ഒരു സംശയം ഉമാർ എടുത്തിട്ടുണ്ടെങ്കിൽ ആരേട്ടം വരുമ്പോൾ അത് കാണിച്ച് തന്നേ പറ്റുള്ളൂ. കാരണം ഇത്ര ഇവന്മാരവിടെ കിടന്നിട്ട് നെവിനെ കുത്തുന്നുണ്ട്, എന്നിട്ട് അവന്മാർ മറ്റേ നല്ല പിള്ള ചമന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ കിടന്നത്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അപ്പം നൂറ അങ്ങോട്ട് കത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നൂറ അതിനകത്തിരുന്ന ബാക്കിയിരുന്ന വേറെ ഗ്രീക്ക് യോഗട്ട് കിട്ടിയില്ല. ബാക്കിയിരുന്ന യോഗട്ട് എടുക്കുന്നു, ആര്യൻ കയറി പിടിക്കുന്നു, ആ ഫ്രിഡ്ജിന്റെ അകത്തുനിന്ന് മറ്റേ മേളത്തെ ഇതെല്ലാം കൂടെ പൊളിഞ്ഞ് താഴെ വീഴുന്നു. ഒന്നും പറയണ്ട, രാവിലെ തന്നെ കോലാഹലമായിരുന്നു. അപ്പൊ ഈ സമയത്താണ് ഈ വഴക്ക് അങ്ങോട്ട് തുടങ്ങി കഴിയുമ്പോഴാണ് സാബുമാൻ പറയുന്നത് നീ ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞല്ലടാ എടുക്കുമെന്ന് പറഞ്ഞ് സാബുമാൻ അങ്ങോട്ട് ആര്യനെ പൂട്ടി. അങ്ങനെ രാവിലെ ഈ ഒരു വഴക്ക് കഴിഞ്ഞ് ഈ ഒരു അകത്ത് വേറെ ഇരുന്നിരുന്ന കുറച്ച് യോഗട്ട് നമ്മുടെ നൂറ കരസ്ഥമാക്കി. അത് മൊത്തം പിന്നെ ഇവന്മാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പിടിവലിയിലൊക്കെ അത് നശിഞ്ഞു. അപ്പൊ എന്താണെങ്കിലും ഇതങ്ങോട്ട് കഴിഞ്ഞങ്ങോട്ട് ഇരിക്കുകയാണ്. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ബിഗ് ബോസ് അടുത്ത പണി ബിഗ് ബോസിന്റെ വക അടുത്ത കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ബുദ്ധിപരമായിട്ടുള്ള നീക്കം നടന്നിരിക്കുകയാണ്. കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഓരോന്നെടുത്തു. ആര്യൻ വലിയ മാന്യത വീണ്ടും കാണിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അക്ബറിനോട് പറയുന്നത് അക്ബർ നമുക്കിത് എടുക്കണ്ട, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും കൊടുത്തതിന് ശേഷം മാത്രം നമുക്ക് എടുക്കാന്നൊക്കെ പറഞ്ഞ് വലിയ മാന്യം കളിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഇതായിരുന്നു രാവിലെ യോഗേട്ടന്റെ പേരിലുള്ള ഒരു വഴക്കാണ് ഇപ്പൊ കഴിഞ്ഞത്. അപ്പോൾ ഇത് ലാലേട്ടന് തന്നെ നമുക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. കാരണം ഇന്നലെ രാത്രിയിൽ നടന്നതാണ്. ഇല്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കണം. യുവമാരത് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. ഞാനത് വീണ്ടും നിങ്ങളോട് ചോദിക്കുന്നത്, ഞാൻ കാണാത്ത കാര്യത്തെ പറ്റി കൂടുതൽ പറയുന്നില്ല. ആരെങ്കിലും ഉമ്മാർ മുക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയണം. കാരണം ഉമ്മാർ എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയണ്ടേ. കാരണം ഗംഭീര അഭിനയം എന്നൊക്കെ പറഞ്ഞാൽ രണ്ടിന്റെ മറ്റേ എന്നിട്ട് ആര്യൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് ഓവർ ആക്ടിങ് ആരുടെയാ? നമ്മുടെ അതിലൂർ അവരുടെ ടീമിന്റെ ഓവർ ആക്ടിങ് ആണെന്ന്. എന്നാൽ ഇവൻ ആക്ടിങ് എങ്കിലും അറിയാവോടെ? സിനിമയിലൊക്കെ എനിക്കറിയാൻ പാടില്ല, ഞാൻ പിന്നെ സിനിമയിലൊന്നും കണ്ടിട്ടില്ല. എന്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിച്ചു പോട്ടെ. അക്ബർ ഖാൻ ആര്യൻ മോന്റെ കൂടെ കൂടിയിട്ട് ചീത്തപ്പേര് കുറച്ച് കൂടുതൽ ഉണ്ടാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നെവിനുള്ളതുകൊണ്ട് ഓൾറെഡി രണ്ടുപേർക്ക് ഒരു അത്യാവശ്യം പേരുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ആര്യന്റെ ഈ സ്വഭാവം കൂടെ. എന്തിനാണ് അവൻ ഇത്ര രാവിലെ ചൊറിച്ചില്? ഇത്രയും നേരമായിട്ട് അവന്മാർ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ രണ്ടും കൂടെ മാറിയിരിപ്പുണ്ട്. അവന്മാർ മറ്റേ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചോണ്ടിരിക്കുക. ആ സമയത്ത് നെവിനകത്ത് നിപ്പുണ്ട്, പാത്രമൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നു നെവിൻ അവിടെ കിടന്ന്. എന്നിട്ട് എന്നാ ഒന്ന് കഴുകുക, ഇല്ല, പറ്റത്തില്ല.
ഇന്നും എനിക്ക് തോന്നുന്നു ആദിലയും നൂറയും അനുമോളും ഇവർ സെപ്പറേറ്റ് ആയിട്ട് ആയിരിക്കും മിക്കവാറും കുക്ക് ചെയ്യാൻ പോകുന്നത്. കാരണം ഇന്നലെ നെവിൻ വലിയ ഡയലോഗ് അടിച്ചല്ലോ, ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കയറി എന്തും കുക്ക് ചെയ്യാന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവനത് മാറ്റി പറയുന്നുണ്ട്. ഒരു നിലപാടില്ല, അങ്ങനെ വേണം പറയാൻ നെവിൻ്റെ കാര്യത്തിൽ. പിന്നെ ഇടക്കിടയ്ക്ക് പറ്റി വലിയ ഡയലോഗ് അടിക്കാറുണ്ട്. പക്ഷേ ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. അവൻ ഇതിന് മുമ്പ് എന്താണ് കാണിച്ചതും ജനങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് ഈ സുന്ദരന് അറിയത്തില്ല. എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഇവന് ജനങ്ങളൊന്നും കാണുന്നില്ലെന്നാണോ എൻ്റെ വിചാരം? എനിക്ക് പിടികിട്ടുന്നില്ല. ഇന്നലെ തന്നെ എന്തോരം ഷോ ആയിരുന്നു. ഞാനങ്ങ് ഇന്ന് രാവിലെയും ആ ഷാനവാസിനെ ദുഷിക്കുന്ന കണ്ടു. ഷാനവാസിക്കാന്നൊന്നും എനിക്ക് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, ഷാനവാസ് അത് മതി എന്നൊക്കെ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. ഇന്ന് രാവിലെ ഇന്നലെ അയാളെ ആശുപത്രിയിലാക്കിയവനാ. ഇവൻ കാരണമാണ് അയാൾ ഇന്നലെ ആശുപത്രിയിലായത്, ഒരു കണ്ടസ്റ്റന്റ് പുറത്തു പോയത്. എന്നിട്ട് അയാളെ പറ്റി ഇന്ന് രാവിലെ സംസാരിക്കുമ്പോൾ പോലും ഷാനവാസ് ഇക്കാന്നൊന്നും വിളിക്കേണ്ട കാര്യമില്ല, ഷാനവാസ്. എത്ര വയസ്സ്, ഓക്കെ, വയസ്സിന്റെ കാര്യത്തിലൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചേട്ടാന്ന് തന്നെ വിളിക്കണമെന്നൊന്നുമില്ല. പക്ഷെ ഇവന്റെ ആ ദുഷിച്ച മനസ്സിലെ ഒരു ദുഷിപ്പുണ്ടല്ലോ, അത് ഇവൻ ആ പേര് പറയുമ്പം പുറത്തു വരുന്നുണ്ട്. ഇതിന്റെ എല്ലാത്തിൻ്റെയും മിക്കവാറും ഈ ശനി ഞായറും അവൻ അറിയണം എന്നാണ് എൻ്റെ ആഗ്രഹം. അല്ലാതെ വെറുതെ അവനെ അങ്ങ് ഇറക്കി വിടരുത്. നല്ല കൊട്ടും കൊടുത്ത് കുഞ്ഞിനെ നല്ല വൃത്തിക്ക് അവിടുന്ന് ഇറക്കി വിടണം. ഇവന് വോട്ട് കിട്ടാത്തതിന്റെ പുറത്ത് പോയതാണ് എന്ന് ഇവന് മനസ്സിലാക്കണം. ഇപ്പൊ നമ്മുടെ അനുമോളും അതിലെ നൂറ് എല്ലാവരും കൂടെ ബ്രെഡും ഗീയും കൂടെ എടുത്ത് അകത്തിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ അതുങ്ങൾ അതാണ് കഴിക്കുന്നത്. നെവിനും നമ്മുടെ ആര്യന്മോരും കൂടെ ഇവിടെ നിപ്പുണ്ട് കിച്ചണിൽ. വല്ല ഉണ്ടാക്കിയാൽ അവർക്ക് ബാക്കിയുള്ളവർക്ക് കൊടുത്താൽ അവർ കഴിക്കും, ഇല്ലെങ്കിൽ അവർ കിച്ചണിൽ കയറി ഉണ്ടാക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇവന്മാര് കൊടുക്കത്തില്ല. ഇന്നലെ കണ്ടില്ലേ, കറക്റ്റ് സമയത്തൊന്നും കിട്ടാതെ അനീഷ് വാള് വെപ്പ് ഇതൊക്കെ അവിടെ. 100 തലേദിവസം അതിന്റെ തലേദിവസമാണെന്ന് തോന്നുന്നു തലയിറങ്ങി വീഴുന്നു. ഓരോരുത്തർക്ക് വയ്യ. എന്നാൽ ഇവന്മാർക്ക് 3 പേർക്കും ഒരു കുഴപ്പമില്ല. എന്തുകൊണ്ട്? അവന്മാര് കൃത്യം അവന്മാര് ചെയ്തോട്ടെ, ഗെയിമാണ്, അവന്മാർക്ക് എന്തും കാണിക്കാം, കറക്റ്റായിട്ട് ഫുഡ് കൊടുക്കണമെന്നൊന്നുമില്ല. പക്ഷെ അവന്മാരുടെ കാര്യം അവന്മാര് നടത്തുന്നുണ്ട്. അവിടെയാണ്, മനസ്സിലായില്ലേ, അവിടെയാണ് ബിഗ് ബോസിന്ന് മേളിൽ നിന്ന് ടീം അംഗങ്ങൾ മറ്റേ ഭക്ഷണം കൊടുക്കാവൊന്നും അല്ല, കൊടുക്കുന്നുണ്ട്. അതിനകത്തെ പകുതി മുക്കാലും പോകുന്ന നെവിൻ്റെ അണ്ണാക്കിലോട്ടാ. അതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തിനിങ്ങനെ ഒരു തീറ്റ മെഷീൻ അവിടെ? ആ തീറ്റ മെഷീൻ എടുത്ത് പുറത്തോട്ടിട്. എന്നിട്ട് ബാക്കിയുള്ളവർ മര്യാദയ്ക്ക് വല്ലതൊക്കെ കഴിച്ച് നല്ല രീതിയിൽ ഗെയിം കളിച്ച് നല്ല കണ്ടന്റ് നമുക്ക് കിട്ടട്ടെ. ഞാനതാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ. ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പം ബാക്കി ഞാൻ പോയി ലൈവ് കാണട്ടെ. എന്നിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമന്റ് ബോക്സിൻ്റെ അവിടെ ഹൈപ്പ് വീഡിയോ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബും അങ്ങോട്ട് ചെയ്തേക്കുക.